ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും പുളിവും ഒക്കെ ചേർത്താണ് ഞാനിവിടെ റൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 3-4 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് യെല്ലോ കളർ ക്യാപ്സിക്കം കൂടി ഒന്ന് നന്നായി കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ 2 കഷ്ണം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി നല്ല പച്ച ബീൻസാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ ബീൻസ്. ഞാൻ ബീൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കനിലോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടി, നല്ല വീട്ടിന് ഇപ്പം തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. നല്ല സൂപ്പർ മണമാണ്. ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും കിട്ടും. കൈ കൊണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സവാള എടുക്കാൻ മറന്നുപോയി. സവാളയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി നിരത്തിയിട്ട് വേണം. അപ്പോൾ ചിക്കൻ്റെ 2 സൈഡും ഒരുപോലെ തന്നെ ഫ്രൈ ആവും. നമുക്ക് ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് കോരി മാറ്റിയെടുക്കാം. നമുക്ക് ഈ ഓയിലിൽ തന്നെ ഒരു മുട്ട ഞാൻ ഉടച്ച് അതിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായി തന്നെ ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. നമുക്കൊന്ന് മുട്ട ഒന്ന് ഇതാവുമ്പോൾ തന്നെ സ്പാച്ചില വെച്ച് ഒന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി തന്നെ ഞാനൊന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 ഇതൾ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കളർ മാറുന്ന ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായി തന്നെ ഒന്ന് സോൾട്ടാക്കിയതിന് ശേഷം എല്ലാ ഭാഗവും ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനതിൽ നമ്മുടെ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് റെഡ് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസും ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആയതിനു ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കി എടുത്ത മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ നല്ല ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ റൈസ് വേവിച്ച് ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നമ്മുടെ റൈസൊക്കെ നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റൈസും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ റൈസിലോട്ട് പിടിക്കുന്നത് വരെ ഞാനൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. റൈസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നന്നായി തന്നെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതൊരു ബൗളിലോട്ട് കോരിയെടുക്കാം. നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നല്ല സോസും റൈസുമായിട്ട് നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള റൈസാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ബൈ.